പാമ്പ് കടിച്ചിട്ടും ആശുപത്രിയിൽ നിന്ന് ആന്റി സ്നേക്ക് വെനം നൽകിയില്ലെന്ന് ധാരാളം പരാതി ഇപ്പോൾ ഉണ്ട്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റു മരിച്ച 8 വയസ്സുകാരൻ ആൽജോ, ചിറയൻകീഴിലെ 8 വയസ്സുകാരൻ ദിൽഷൻ, കായംകുളം സ്വദേശിനി സലീന. ദിൽഷനും സലീനയ്ക്കും ആന്റിവെനം നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നതാണ് ഇതിനിടെ ഉയർന്ന ആരോപണം. ആന്റി സ്നേക്ക് വെനത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പാമ്പിന്റെ ഒരു വെനം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ ഉടനെ എത്തണം. കാരണം ആന്റി സ്നേക്ക് വെനം ഇല്ലാത്ത ആശുപത്രിയിൽ കയറി വിലപ്പെട്ട സമയം നമ്മൾ കളയാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആന്റി സ്നേക്ക് വെനം എവിടെയൊക്കെ കേരളത്തിൽ ലഭ്യതയുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ അവസാനം പറയാം. ഈ വീഡിയോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചൂട് തുടങ്ങിയ സമയത്ത് ഇപ്പോൾ പാമ്പ് കടി ധാരാളം കൂടിയിരിക്കുകയാണ്. ജീവജാലങ്ങൾക്കും ചൂട് കൂടുതലായതുകൊണ്ട് അവർ മാളങ്ങളിൽ നിന്നും കുറ്റിക്കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തണുപ്പ് തേടി ജനവാസ മേഖലകളിലൊക്കെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അത് കാരണമാണ് ഇത്ര അധികം പാമ്പ് കടികൾ ഉണ്ടാകുന്നത്. അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും ഇങ്ങനെ ഉണ്ടാവും. വേനൽ മഴയ്ക്ക് ശേഷവും ഈ പ്രവണത വർദ്ധിക്കാറുണ്ട്. കിണറുകൾ, നനവുള്ള കുളിമുറികൾ, ചെടിച്ചട്ടിയുടെ അടിയിൽ, അതുപോലെ വിറക് ഒക്കെ അടുക്കി വെച്ചേക്കുന്നിടത്തൊക്കെ പാമ്പുകളുടെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാമ്പ് കടിയേറ്റ് ധാരാളം ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഒരു കുട്ടിയുടെ വാർത്ത വളരെ ദുഃഖകരമായിരുന്നു. വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടിക്കാണ് ശരിക്കും കടിയേറ്റത്. സംസ്ഥാനത്ത് പലയിടങ്ങളായിട്ട് പാമ്പ് കടിയേറ്റ് 5 വിലപ്പെട്ട ജീവനുകളാണ് ഈ ഇടയ്ക്ക് തന്നെ നഷ്ടപ്പെട്ടത്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. പാമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് വിഷപ്പാമ്പുകൾ കേരളത്തിലുള്ളത്? കേരളത്തിൽ ഒരു 100+ സ്പീഷീസ് പാമ്പുകൾ ഉണ്ടെങ്കിലും മനുഷ്യന് അപകടകരമായിട്ടുള്ള വിഷപ്പാമ്പുകൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 4 പാമ്പുകളാണ്. ഇതിനെ നമ്മൾ ബിഗ് 4 എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ സ്നേക്ക് ബൈറ്റ് മരണങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മൂർക്കൻ, ഇന്ത്യൻ കോബ്ര, വെള്ളിക്കട്ടൻ, കോമൺ ക്രേറ്റ്, അണലി, റസൽസ് വൈപ്പർ ആൻഡ് ചുരുട്ടമണ്ഡലി, സ്കെയിൽഡ് വൈപ്പർ. ഇത്രയുമാണ് കോമൺ ആയിട്ടുള്ള പാമ്പുകൾ. എങ്ങനെയാണ് രോഗി മരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാമ്പിന്റെ ഈ വെനം പ്രധാനമായും 3 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ന്യൂറോടോക്സിക്, നാഡി മണ്ഡലത്തിനെ ബാധിക്കുന്നു. മൂർക്കൻ, വെള്ളിക്കട്ടൻ, രാജവെമ്പാലയൊക്കെ അങ്ങനെയാണ് ബാധിക്കുന്നത്. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, ടോസിസ് എന്നാണ് അതിനെ പറയുന്നത്. 2 ആയിട്ട് കാണും. അതുപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, റെസ്പിറേറ്ററി ഫെയിലിയറിലോട്ട് പോയിട്ടാണ് രോഗി മരണപ്പെടുന്നത്. ഇതാണ് ഇപ്പോൾ സംഭവിച്ച പല മരണങ്ങളുടെയും കാരണം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീമോടോക്സിക് ആണ്. ഹീമോടോക്സിക് പറഞ്ഞാൽ നമ്മുടെ ബ്ലീഡിങ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും രക്തസ്രാവം ഉണ്ടാകുന്നു. രക്തമണ്ഡലത്തിനാണ് ബാധിക്കുന്നത്. അണലി, റസൽസ് വൈപ്പറാണ് അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലിയൊക്കെയാണ് നൊട്ടോറിയസ്. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കടിയേറ്റ സ്ഥലത്ത് കഠിനമായ വേദന ഉണ്ടാവും, വീക്കം ഉണ്ടാവും, രക്തം കട്ട പിടിക്കാത്തൊരവസ്ഥ ഉണ്ടാവും, അവിടെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും, മൂത്രത്തിൽ നിന്ന് രക്തം വരും, ഗുരുതരമായിട്ടുള്ള കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടാവും, വൃക്ക തകരാറിലോട്ടാവും. മൂന്നാമത്തത് സൈറ്റോടോക്സിക് എന്നുള്ളതാണ്, അതായത് കോശത്തിനുണ്ടാകുന്ന നാശം. പിറ്റ് വൈപ്പറൊക്കെയാണ് സാധാരണ അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. കടിയേറ്റ ഭാഗം നശിച്ച് നെക്രോസിസ് ഉണ്ടായി അവിടെ സിവിയർ സ്വെല്ലിംഗ് ഉണ്ടാവും, കാല് മൊത്തം നീരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പറയാൻ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 14 വർഷമായി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ആദ്യത്തെ കുറേ വർഷങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മാസത്തിൽ ഒരു 5 പാമ്പ് കടിയെങ്കിലും വരാറുണ്ട്. അതിൻ്റെ അകത്ത് മിക്കതും നോൺ വെനമസ് ആയിട്ടുള്ള സ്നേക്ക് ബൈറ്റ് ആണ്, അതായത് വിഷമില്ലാത്ത പാമ്പുകളാണ്. എന്നാലും പാമ്പ് കടി ഏറ്റു വന്ന കുറേ ആളുകൾക്ക് വിഷമുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുകയും രക്ഷപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടേഴ്സ് വരെ മടിക്കാറുണ്ട് ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കാനായിട്ട്. എന്താണ് ആൻറ്റി സ്നേക്ക് വെനം എന്നറിയോ? ഈ ആൻറ്റി സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഈ കോമൺ ആയിട്ട് കടിക്കുന്ന വിഷപ്പാമ്പുകളുടെ വിഷം അമിതമായ അളവിലല്ല, ചെറിയ അളവിലെടുത്ത് കുതിരയിലും ആടിലും കുത്തിവെച്ചതിന് ശേഷം അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആൻറ്റിബോഡീസിനെ വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മനുഷ്യന് കൊടുക്കുന്നത്. അപ്പോൾ ഏത് പാമ്പാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ ഇമ്മീഡിയറ്റ്ലി ഈ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 4 പാമ്പിലെ ഈ പറഞ്ഞ പാമ്പുകൾക്കെല്ലാം കൂടെ ഒറ്റ മെഡിസിൻ മതി. അതാണ് പോളിവാലന്റ് ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ പോയി അടിച്ചു കൊന്ന് അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വിഷമുണ്ടോ വിഷമില്ലേ എന്ന് ഡോക്ടർ അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആൻറ്റി സ്നേക്ക് വെനം വെറുതെ കൊടുക്കാവോ? വെറുതെ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് സിവിയർ അനഫൈലറ്റിക് റിയാക്ഷൻ ഉണ്ടാവും, അലർജി ഉണ്ടാക്കാം. അതുമാത്രമല്ല ആൻറ്റി സ്നേക്ക് വെനം നമുക്കിപ്പോൾ വാക്സിൻ പോലെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. ഇനി ഭാവിയിൽ കടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ആ വെനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രം ആൻറ്റി സ്നേക്ക് വെനമാണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡികളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ഒരു വെനം ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ചോദിക്കാം, നമുക്ക് പച്ചില മരുന്ന് കൊടുത്ത് ചികിത്സിച്ചൂടെ എന്നുള്ളത്. പച്ചില മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാമ്പ് വിഷത്തിനെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. കേരളത്തിൽ ഞാൻ പറഞ്ഞു ഏകദേശം 100-ലധികം പാമ്പുകൾ ഉണ്ടെന്ന്. അപ്പോൾ ഈ കടിക്കുന്ന മിക്ക പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാവാനാണ് സാധ്യത. മനുഷ്യന് ഗുരുതരമായിട്ടുള്ള വിഷബാധ ഉണ്ടാക്കുന്ന പാമ്പുകൾ വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ സ്നേക്ക് ബൈറ്റ് മരണങ്ങളിൽ ഏറ്റവും കൂടുതലും പങ്ക് വഹിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ബിഗ് 4 തന്നെയാണ്, ആ പാമ്പുകൾ തന്നെയാണ്. മൂർക്കൻ, വെള്ളിക്കട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി തന്നെയാണ് പ്രശ്നക്കാരൻ. അതായത് എല്ലാ പാമ്പുകളും അപകടകാരി അല്ല. അതുപോലെ എല്ലാ കടികളും മരണകാരണമാകുന്നില്ല.
ഇര പിടിച്ചതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പല്ലുകളിൽ എന്തുണ്ടാവില്ല, ആ വെനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല്ലുകൾ നല്ലോണം ഇറങ്ങിയില്ലെങ്കിലും ആ കടികൾ പ്രശ്നം ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ബൈറ്റുകളെയാണ് നമ്മൾ ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. ഡ്രൈ ബൈറ്റ് ആണെങ്കിൽ അവിടെ പ്രശ്നമില്ല. ഇപ്പോൾ ഒരു അണലി കടിക്കുകയാണ്, അതിന് തൊട്ട് മുമ്പിൽ ഒരു എലിയെ കടിച്ചതിന് ശേഷമാണ് നമ്മളെ കടിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വെനം നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ മാത്രമേ മനുഷ്യന് ഇത് പ്രോബ്ലം ആവുള്ളൂ. അപ്പൊ അണലിയാണ് കടിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ ഒരു വ്യക്തി എടുത്ത് പോവാണ്, അവിടെ നമ്മൾ ഈ പച്ചിലയോ അല്ലെങ്കിൽ ഇതിൽ കല്ലെടുത്ത് വെക്കുകയാണ്. അത് ഡ്രൈ ബൈറ്റ് ആണെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെടും. ഡ്രൈ ബൈറ്റ് അല്ലെങ്കിൽ മാത്രമേ ആ വ്യക്തി മരണപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മളിത് പുറത്ത് വെച്ചെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും അത് പുറത്തോട്ട് വരില്ല. ആ ഒരു വെനം അകത്തോട്ട് പോയി നമ്മുടെ ശരീരത്തിലോട്ട് സ്പ്രെഡായി കഴിഞ്ഞു. ഒരു ഇല വെച്ചെന്ന് പറഞ്ഞ് ഒരിക്കലും അത് വലിച്ചെടുക്കാൻ പറ്റില്ല. ഒരു കല്ലെടുത്ത് വെച്ചെന്ന് പറഞ്ഞ് ഒരിക്കലും അത് വലിച്ചെടുക്കാൻ പറ്റില്ല. അത് തെറ്റാണ്. അപ്പൊ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോകണം, എവിടെയാണ് ആന്റി സ്നേക്ക് വെനം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇനി വേണ്ട. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ അവസാനം പറയാം. പിന്നെ സർപ്പ എന്നുള്ളൊരു ആപ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് എവിടെയാണ് ആന്റി സ്നേക്ക് വെനം അവൈലബിൾ ആയിട്ടുള്ളത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആന്റി സ്നേക്ക് വെനം ഉണ്ട്, ഉറപ്പാണ്. പിന്നുള്ളത് SAT ഹോസ്പിറ്റലുണ്ട്, ജനറൽ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകരയിലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നെടുമങ്ങാടിലുണ്ട്, പിന്നെ താലൂക്ക് ഹോസ്പിറ്റലായ ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല, വിതുരയിലൊക്കെ ഉണ്ട്. കൊല്ലത്തിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കൊല്ലത്തിലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂരിലുണ്ട്. പത്തനംതിട്ടയിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിട്ടുള്ള കോഴഞ്ചേരി, പിന്നെ താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള തിരുവല്ല, റാന്നി, അടൂരിലുണ്ട്. ആലപ്പുഴയിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലുണ്ട്. പിന്നെ അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിട്ടുള്ള മാവേലിക്കര ഉണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള ചേർത്തല, ഹരിപ്പാട്, കായംകുളത്തിലുണ്ട്. കോട്ടയത്താണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കോട്ടയത്തുണ്ട്, അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കോട്ടയത്തുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള പാല, വൈക്കം, ചങ്ങനാശ്ശേരിയിലുണ്ട്. ഇടുക്കിയിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള തൊടുപുഴ, അടിമാലി, അതുപോലെ കട്ടപ്പനയിലുണ്ട്. എറണാകുളത്താണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിലുണ്ട്, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്തുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം, ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. തൃശ്ശൂരിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തൃശ്ശൂരുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, കുന്നമംഗലം, വടക്കഞ്ചേരി, ഇവിടെ എല്ലാം ഉണ്ട്. പാലക്കാടാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിട്ടുള്ള പാലക്കാടുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ചിറ്റൂരിലുണ്ട്. മലപ്പുറത്താണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലുണ്ട്, അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തിരൂരിലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂരിലുണ്ട്. കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുണ്ട്, അതുകൂടാതെ ജനറൽ ഹോസ്പിറ്റൽ കോഴിക്കോടിലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള കൊയിലാണ്ടി, വടകരയിലുണ്ട്. വയനാടിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാനന്തവാടിയിലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കൽപ്പറ്റയിലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള സുൽത്താൻ ബത്തേരിയിലുണ്ട്. കണ്ണൂരിലാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിയാരത്തുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കണ്ണൂരിലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലായിട്ടുള്ള തലശ്ശേരി, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നുള്ള സ്ഥലത്തുണ്ട്. കാസർഗോഡാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാസർഗോഡുണ്ട്, പിന്നെ അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാടുണ്ട്, താലൂക്ക് ഹോസ്പിറ്റൽ കാസർഗോഡുണ്ട്. ഇത് കൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ധാരാളം സ്ഥലങ്ങളിൽ ആന്റി സ്നേക്ക് വെനം ഉണ്ട്. പക്ഷേ പാമ്പുകടി ഉണ്ടായാൽ 108 നിങ്ങൾ ആദ്യം വിളിക്കുക. അടുത്തുള്ള സർക്കാർ താലൂക്ക് ആശുപത്രിയിലോട്ടാണ് പോകേണ്ടത്. 108 വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരും എവിടെയാണ് ആന്റി സ്നേക്ക് വെനം കറക്റ്റായിട്ടുള്ളത്, അങ്ങോട്ടാണ് പോകേണ്ടത്. കാരണം സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൈകിക്കരുത്. ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറേ നേരം താമസിച്ച് മരണമുണ്ടാക്കിയ പല കഥകളും നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആന്റി സ്നേക്ക് വെനം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ സ്ഥലത്തോട്ട് പോവുക. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണം കൊടുക്കേണ്ടി വരും, പക്ഷേ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പണം കൊടുക്കാതെ സൗജന്യമാണ്. ഈ ആന്റി സ്നേക്ക് വെനം എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് അറിയോ? പാമ്പ് കടി വന്ന എല്ലാ രോഗികൾക്കും ആന്റി സ്നേക്ക് വെനം കൊടുക്കില്ല. വിഷബാധിച്ച് ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആന്റി സ്നേക്ക് വെനം കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാന ലക്ഷണങ്ങൾ, ഒന്ന്, നമുക്ക് ശരീരത്തിന് ബലം കുറയുകയാണ്. ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞു വരികയാണ്. കണ്ണിങ്ങനെ അറിയാതെ അടഞ്ഞടഞ്ഞു പോവുക, ടോസിസ് എന്നാണ് പറയുന്നത്. ശ്വാസം എടുക്കാൻ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, ഇരട്ട കാഴ്ച ഉണ്ടാവുന്നു, ഡിപ്ലോപ്പിയ എന്ന് പറയും. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, രക്തസ്രാവം ഉണ്ടാവും, പ്രത്യേകിച്ച് ചുണ്ടിൽ നിന്ന്, മൂക്കിൽ നിന്ന്, അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തസ്രാവം ഉണ്ടാവും. കടിയേറ്റ സ്ഥലത്ത് വലിയ വീക്കം ഉണ്ടാവും, നമ്മുടെ ആ ലിംബ് മൊത്തം വീക്കം വരുന്നു. ബ്ലഡ് പ്രഷർ കുറയുന്നു, തുടർച്ചയായിട്ട് ഛർദിയോ തുടർച്ചയായിട്ട് വയറുവേദന ഉണ്ടാവുന്നു. അതുപോലെ നമുക്ക് 20 മിനിറ്റ് WBCT എന്ന ടെസ്റ്റ് ഉണ്ട്. രക്തം കട്ട പിടിക്കാത്ത നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു നോക്കും. 20 മിനിറ്റ് രക്തം കട്ട പിടിക്കാതിരിക്കുവാണെങ്കിൽ അതിനർത്ഥം കൊടുക്കണമെന്നാണ്. ഇതെല്ലാം കണ്ടിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ മരുന്ന് കൊടുക്കണം, ആന്റി സ്നേക്ക് വെനം. ഇപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇമ്മീഡിയറ്റ്ലി ആന്റി സ്നേക്ക് വെനം കൊടുക്കണം. ആദ്യം മനസ്സിലാക്കേണ്ടത് ടെസ്റ്റ് ഡോസ് കൊടുക്കരുത്. പല മാധ്യമങ്ങളും കൊടുക്കണമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേ ഡോസാണ്. കാരണം പാമ്പിനറിയില്ല അത് ഗർഭിണിയാണോ, മുതിർന്നവനാണോ, കുട്ടിയാണോ എന്നറിയില്ല. അപ്പോൾ പാമ്പ് കടിക്കുമ്പോൾ ഒരേ വെനമാണ് ശരീരത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ഒരേ ഡോസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിൽ വ്യത്യാസം വരുന്നില്ല.
എന്താണ് ഫസ്റ്റ് ഡോസ്? സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്നത് 10 വയൽ ആന്റി സ്നേക്ക് വെനം നോർമൽ സലൈനിൽ ആഡ് ചെയ്തിട്ട് സ്ലോ IV ഇൻഫ്യൂഷൻ ആയിട്ട് ഒരു 30 മിനിറ്റ് എടുത്ത് കൊടുക്കും. അതൊരു മെത്തേഡാണ്, പല മെത്തേഡുകളിൽ കൊടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കും വളരെ കെയർഫുള്ളി രോഗിയുടെ ലക്ഷണം, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 10 വയലോട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ന്യൂറോടോക്സിക്, നമ്മുടെ നാഡീമണ്ഡലത്തിനെ ബാധിക്കുന്ന മൂർഖനും വെള്ളിക്കട്ടനൊക്കെ കടിച്ചാൽ ഇത് മാത്രം പോരാ, ASV മാത്രം അവിടെ നിൽക്കില്ല, ചിലപ്പം ഇൻഡ്യൂബേറ്റ് ചെയ്യേണ്ടി വരും, നമ്മുടെ വെന്റിലേറ്റർ കണക്ട് ചെയ്യേണ്ട അവസ്ഥ വരും, അട്രോപ്പിൻ എന്നുള്ള ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും, നിയോസ്റ്റിക്മിൻ എന്നുള്ള ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കൊടുത്താലേ ആ രോഗിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം മസിലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള മരുന്നും കൂടെ അവിടെ വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളെടുത്ത് വേണം പോകാൻ. ഡോക്ടേഴ്സിന് നിർബന്ധമായിട്ടും ഇതിന്റെ ട്രെയിനിങ് കൊടുക്കണമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ആന്റി സ്നേക്ക് വെനം കൊടുക്കേണ്ടത്, അതിനോടൊപ്പം ഈ മരുന്നുകൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് വ്യക്തമായിട്ട് ജൂനിയർ ഡോക്ടേഴ്സിന് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കണം. അഥവാ അലർജി ഉണ്ടായി കഴിഞ്ഞാൽ ആ അനഫിലാക്സിസ് എങ്ങനെ മാനേജ് ചെയ്യണം, അഡ്രിനാലിനൊക്കെ കൊടുത്തത് പെട്ടെന്ന് മാനേജ് ചെയ്യണം. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആന്റി സ്നേക്ക് വെനം കൊടുത്ത ഉടനെ പേഷ്യന്റ് BP ഒക്കെ വളരെ കുറഞ്ഞ് അലർജി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അഡ്രിനാലിൻ കൊടുത്ത് ആന്റി സ്നേക്ക് വെനം സ്റ്റോപ്പ് ചെയ്തിട്ട് അഡ്രിനാലിൻ കൊടുത്ത് നോർമൽ ആക്കിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് പകുതി ഡോസിൽ, പകുതി ഇൻഫ്യൂഷൻ റേറ്റിൽ, അങ്ങനെ രോഗിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൃത്യമായി ഉണ്ടെങ്കിൽ ആന്റി സ്നേക്ക് വെനം ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. ഞാൻ എല്ലാ ഹോസ്പിറ്റലിന്റെയും 2026 അപ്ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. പക്ഷെ എന്നാലും ചില ഹോസ്പിറ്റലിൽ ആന്റി സ്നേക്ക് വെനം തീർന്നു പോകാം, സ്റ്റോക്ക് തീർന്നു പോകാം, എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോകാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 108 വിളിച്ച് ചോദിക്കണമെന്ന് ആദ്യം പറഞ്ഞത്. അപ്പോൾ 108 വിളിച്ച് ചോദിച്ചിട്ട് എവിടെയാണോ ആന്റി സ്നേക്ക് വെനം ഉള്ളത് അങ്ങോട്ട് രോഗിയെ ശാന്തമായി കൊണ്ടുപോകുക. പേടിപ്പെടുത്തരുത്, പേടിപ്പിടിച്ചാൽ പ്രശ്നമാണ്. കിടത്താതെ ഇരുത്തി കൊണ്ടുപോകുന്നതാണ് നല്ലത്. ആ മുറിവ് കഴുകുകയോ അല്ലെങ്കിൽ ബ്ലേഡ് ഇട്ട് കീറുകയോ നമ്മുടെ ചുണ്ടുകൊണ്ട് വലിച്ചെടുക്കുകയോ അങ്ങനെ ഒന്നും ഒരു പരിപാടിയും ചെയ്യരുത്. കല്ല് കെട്ടുകയോ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മതി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കഴുകുക, അതും കഴുകിയില്ലെങ്കിലും അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഈ തുണി വലിച്ചു കെട്ടുന്നത് ഒരു കാരണവശാലും ചെയ്യരുത്. മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള രക്തയോട്ടം ഇല്ലാതെ കാലും കൈയൊക്കെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടാവും. ഇതും കൂടെ വ്യക്തമായി മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള മരണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയധികം ഡേറ്റ കളക്ട് ചെയ്തത്. ഇത് കളക്ട് ചെയ്യാൻ തന്നെ ഏകദേശം 3-4 ദിവസം എടുത്തു. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.